Hi friends, welcome to Jastonse. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് LCM and HCF ന്റെ നെക്സ്റ്റ് ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഇന്ന് രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈപ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുവരെയുള്ള HCF and LCM ന്റെ പാർട്സ് മുഴുവൻ നിങ്ങൾ കണ്ടു നോക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് പഠിച്ചതായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് കയറത്തുള്ളൂ. കാരണം ആദ്യത്തെ പാർട്ട് പഠിക്കാതെ കാണാതെ നിങ്ങൾക്ക് രണ്ടാമത്തെ പാർട്ട് കണ്ടിട്ട് കാര്യമില്ല. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടായിരിക്കും രണ്ടാമത്തെ പാർട്ട് ഇട്ടുണ്ടാവുക. അപ്പോൾ എല്ലാ പാർട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഇത് കഴിഞ്ഞ് ഒരു സെക്ഷനും കൂടി നമ്മൾക്ക് ചെയ്യാനുള്ളൂ. LCM and HCF ന്റെ ദാറ്റ് മീൻസ് കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് ആണ്, മിക്സ്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് അത് നമ്മൾക്ക് ഈ തന്നിട്ടുള്ള ടൈപ്സ് വെച്ചിട്ട് ഈ ടൈപ്സിൽ ഏത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പഠിച്ചതായിരിക്കാം, എല്ലാം നമ്മൾക്ക് ബേസ് ഉണ്ടാവാം, പക്ഷേ നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു വീഡിയോയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും LCM and HCF ഫുൾ കവർ ചെയ്തു എന്ന് പറയാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള LCM and HCF ന്റെ ഫുൾ പാർട്സും കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നു, LCM and HCF ന്റെ ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ടൈപ്പിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്കറിയാമല്ലോ എന്ന് വിചാരിക്കരുത്. നോക്കിക്കോളൂ, 62, 132, 237 എന്നീ മൂന്ന് സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം ഒരുപോലെ വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏറ്റവും വലിയ സംഖ്യ എന്നെല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് HCF കാണാനായിരിക്കാം, അല്ലേ? ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഏറ്റവും വലിയ സംഖ്യ എന്നുള്ളത് കൊണ്ട് മാത്രം അത് HCF കാണാനാവണം എന്നില്ല. LCM കാണാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. അത് നമ്മൾക്ക് മിക്സ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾക്ക് നോക്കാം. ഇവിടെ കാണേണ്ടത് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCF കാണാൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 62, 132, 237 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം ഒരുപോലെ വരുന്നത് എന്നാ ചോദിക്കുന്നത്, അല്ലാതെ ശിഷ്ടം 0 വരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ശിഷ്ടം 0 വരുന്നത് ഓക്കെ, എല്ലാറ്റിനും ശിഷ്ടം 0 വരും. ഓക്കെ, അങ്ങനെ വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാന്നുള്ളത് നമ്മൾക്കറിയാനായിട്ട് പറ്റുമോ? ഉണ്ടോ? ഏതാണ്? എല്ലാറ്റിലും ഏതൊരു വലിയ സംഖ്യയെ ഹരിച്ചാലാണ്, ഏതൊരു വലിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 4373 എന്നെടുക്കുന്നു. ഈ ഒരു സംഖ്യ കൊണ്ട് ഇതിനെ ഹരിച്ചു കഴിഞ്ഞാലും ഇതിനെ ഹരിച്ചു കഴിഞ്ഞാലും ഇതിനെ ഹരിച്ചു കഴിഞ്ഞാലും ശിഷ്ടം ഒരുപോലെ വരണം. അങ്ങനെയുള്ള ആ ഒരു സംഖ്യ കാണാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശിഷ്ടം 0 ആവും എന്നുള്ളത് നമ്മൾക്ക് എന്തായാലും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല, അല്ലേ? ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എല്ലാറ്റിൻ്റെയും ശിഷ്ടം 0 ആവോ? ഇവിടെ ഇല്ലല്ലോ, ആവില്ലല്ലോ, തീർച്ചയായിട്ടും ആവില്ല, അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്താ ഇവിടെ ചോദിക്കുന്നത്? ശിഷ്ടം ഒരുപോലെ. ശിഷ്ടം ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ, ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു 250 എന്ന സംഖ്യ കൊണ്ട് 237 ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ശിഷ്ടം വരികയാണ് ഒരു 13 ശിഷ്ടം വരുന്നു. ഓക്കെ, അതേപോലെ 132 13 ശിഷ്ടം വരണം. 132 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 2 പ്രാവശ്യമാവാം. ഓക്കെ, അതിനും അതേപോലെ 13 ശിഷ്ടം വരണം. 63 ഹരിച്ചു കഴിഞ്ഞാലും ശിഷ്ടം 13 വരണം. അങ്ങനെ വരുന്ന ഒരു സംഖ്യ ഏതാണ് എന്നുള്ളതിലേ നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് കാണാൻ നമ്മൾക്ക് വേറെ ഒരു വഴിയുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുമ്പേ പഠിച്ചിട്ടുള്ള നമ്മളുടെ ടൈപ്സ് നോക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല. ഇതിന് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഈ വാല്യൂസിൻ്റെ അല്ല HCF കാണേണ്ടത്, നമ്മൾ കാണേണ്ട വാല്യൂസ് വേറെയാണ്. ഏത് വാല്യൂസിൻ്റെ ചെയ്യണം എന്നുള്ളതല്ലേ? നോക്കിക്കോളൂ, ഈ തന്നിട്ടുള്ള 3 നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾക്ക് വേറെ ഒരു 3 നമ്പേഴ്സ് ഫോം ചെയ്യാം. 62, 132 തമ്മിലുള്ള വ്യത്യാസം ആദ്യം എടുക്കുന്നു. 132 - 62 ഇതിൻ്റെ എല്ലാം, അല്ലേ, ശിഷ്ടം ഒരുപോലെ വരുന്നത് എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് നമ്മൾക്ക് ഫോം ചെയ്യണം. 132 62 തമ്മിലുള്ളൊരു വ്യത്യാസത്തിൻ്റെ ഒരു നമ്പർ, അതേപോലെ 132 237 തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതിൻ്റെ ഒരു നമ്പർ എടുക്കുന്നു. ദെൻ 62 237. അപ്പോൾ നമ്മൾ എല്ലാ നമ്പേഴ്സിൻ്റെയും ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വെച്ചു, അല്ലേ? എല്ലാറ്റിനെയും നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 132 62 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220, 13 നിന്ന് 6 പോയാൽ 70. പിന്നെ അടുത്ത നമ്പർ 237 നിന്ന് 132 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 1 105. ദെൻ 237 നിന്ന് 62 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 13 നിന്ന് 6 പോയ 7 175.
അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ള ഈ നമ്പേഴ്സിൻ്റെ അല്ല ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഈ നമ്പേഴ്സിൻ്റെ HCF ആണ്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഈ നമ്പേഴ്സിൻ്റെ HCF കാണുന്നു. ഇനി നമ്മൾ കണ്ടോളൂ, 70, 105, 175 ഇതിൻ്റെ HCF കാണുക. എല്ലാത്തിലും കോമൺ ആയിട്ട് 5 കൊണ്ട് നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? 5 ഇതിൽ എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം. 20 4 പ്രാവശ്യം. 105 2 പ്രാവശ്യം. എത്രയാണ്? ഒരു പ്രാവശ്യം. 5 3 15 25 5 പ്രാവശ്യം. ഇനി ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും പോവോ? 7 പോവും അല്ലേ? 7ൻ്റെ ഗുണിതങ്ങളാണ് നമ്മൾ കാണുന്നത്. സോ 7 14 2 പ്രാവശ്യം. 21 7 21 7 35. ഇനി കോമൺ ആയിട്ടൊന്നും പോവാനില്ല. സോ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 5 × 7 35 ആണ് HCF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം ശിഷ്ടം ഒരുപോലെ വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ആൻസർ എത്രയാണ്? 35 ആണ്. ഓക്കെ, 35 കൊണ്ട് നമ്മൾ ഈ സംഖ്യകളെ ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ശിഷ്ടം ഒരുപോലെ വരും. ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, 62 നമ്മൾ 35 കൊണ്ട് ഹരിച്ചു നോക്കിക്കേ, എത്രയാണ് ശിഷ്ടം വരിക? 65 2 പ്രാവശ്യം എന്തായാലും പോവില്ല, ഒരു പ്രാവശ്യം പോവുള്ളൂ അല്ലേ? 35. ദെൻ 12 - 5 7. ഇവിടെ 5ൽ നിന്ന് 3 പോയാൽ 2 27 ശിഷ്ടം വന്നു. ദെൻ 132 ഹരിക്കണം 35 എത്ര വരിക? 35 എത്ര പ്രാവശ്യം കുടിക്കണം? 35 70 70 35 7 14 4 പ്രാവശ്യം പോവില്ല, അപ്പോൾ 3 പ്രാവശ്യം. 3 5 15 3 9 1 10. സോ ഇവിടെ 12ൽ നിന്ന് 5 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 27. ഇതിന് അടുത്തത് 237 ഡിവൈഡഡ് ബൈ 35. 350 എന്തായാലും പോവില്ല, പിന്നെ 50 കഴിഞ്ഞാൽ 35 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര പ്രാവശ്യം പോകുന്നു നോക്കിക്കേ, ഒരു 6 പ്രാവശ്യം. 5 6 30 ശിഷ്ടം 3 3 18 3 21. സോ ഇവിടെയും ശിഷ്ടം 27. അപ്പോൾ ഏത് സംഖ്യയാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായില്ലേ? അപ്പോൾ 35 എന്ന ആ ഒരു നമ്പർ കൊണ്ട് ഈ 3 സംഖ്യകളെ ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ശിഷ്ടം എല്ലാറ്റിനും 27 കോമൺ ആയി വരും എന്നുള്ളത് മനസ്സിലായില്ലേ? ഈ ഒരു ക്ലാസ് നമ്മൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുമോ? HCFും LCMും കാണാനുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ളൊരു അറിവ് കൊണ്ട് നമ്മൾക്ക് ഒരു കാര്യവുമില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 2 എടുക്കുന്നു, ദെൻ ഈ 2 എടുക്കുന്നു. ഇനി അതിലൊന്നും കമ്പൈൻഡ് ആയിട്ട് എടുക്കാനില്ലല്ലോ. അപ്പോൾ ABC എന്നുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫോം ചെയ്യാം? ABC AB BC AC. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ തന്നെ വ്യത്യാസങ്ങൾ നമ്മൾ എടുക്കുന്നു. അങ്ങനെ 3 സംഖ്യകൾ കിട്ടുന്നു. ആ സംഖ്യകളുടെ HCF എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യയായിരിക്കും നമ്മളുടെ കോമൺ ടൈപ്പ് പ്രോബ്ലംസ്. കുറച്ച് വേറൊരെണ്ണം ഞാൻ തന്നിട്ടുണ്ട്, വേഗം ചെയ്തു നോക്കാം. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 സംഖ്യകളുടെ അതേപോലെ ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിഷ്ടം ഒരുപോലെ വരുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം വ്യത്യാസം എടുക്കുന്നു. 91 - 43, ദെൻ 183 - 91, ദെൻ 183 - 43. ശിഷ്ടം നോക്കിക്കോളൂ. 91 1ൽ നിന്ന് 3 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ്? 8. ദെൻ 8ൽ നിന്ന് 4 പോയാൽ 4. ദെൻ ഇവിടെ എത്രയാണ്? 2 18 9 9 18. ദെൻ 3ൽ നിന്ന് 3 പോയാൽ 0. 8ൽ നിന്ന് 4 1. അപ്പോൾ ഈ സംഖ്യകളുടെ HCF കാണുന്നു. ഈ സംഖ്യകളുടെ HCF എന്ന് പറഞ്ഞാൽ 48 92 140. ഇതിൻ്റെ HCF വേഗം കാണുക. ഓക്കെ, ഇതിലെല്ലാം കോമൺ ആയിട്ട് എന്ത് പോകും? 4 പോകും അല്ലേ? 4 1 2. ഇതിൽ 4 2 പ്രാവശ്യം 12ൽ 3 പ്രാവശ്യം 12ൽ 3 പ്രാവശ്യം 20ൽ 4 20. ഇനി ഇതിൽ കോമൺ ആയിട്ടൊന്നും പോകാനില്ല അല്ലേ? 12 23 35 ഒന്നിലും കോമൺ ആയിട്ടില്ല. സോ എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 4 ആണ്. HCF എന്ന് പറയുന്നത് 4 ആണ്. എല്ലാറ്റിനെയും നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ശിഷ്ടം. അടുത്ത ടൈപ്പ് പ്രോബ്ലംസ് നോക്കിക്കോളൂ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ കഴിയുന്നതായിരിക്കും. LCM and HCFൻ്റെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളതും കണ്ടുവരാറുള്ളത്. നോക്കിക്കോളൂ, 2 സംഖ്യകളുടെ ഉസാഖ തന്നിട്ടുണ്ട് 11,
ലസാഗുവും തന്നിട്ടുണ്ട് 7700. ലസാഗു ഉണ്ട്, ഉസാഗയും ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഒരു സംഖ്യ തന്നു 275 ആണെന്ന്. എങ്കിൽ അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ട് സംഖ്യകളുടെ ലസാഗും തന്നു, ഉസാഗയും തന്നു. അതിലത്തെ ഒരു സംഖ്യയും തന്നാൽ ഒരു സംഖ്യ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ലസാഗുവും ഉസാഗയും തമ്മിലുള്ള ബന്ധം നമ്മൾ അറിയണം അല്ലേ? ആ ഒരു ബന്ധം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, മനസ്സിലാക്കിക്കോളൂ. ആ ഒരു ഇക്വേഷൻ പിടിച്ചോളൂ. എന്താണ്? രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് അതിൻ്റെ ലസാഗുവും ഉസാഗയും തമ്മിലുള്ള ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അതെങ്ങനെ നമ്മൾക്ക് ഫോം ചെയ്യാം? രണ്ട് സംഖ്യ എക്സും വൈയും ആയിട്ട് മീൻ ചെയ്തോളൂ. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ എക്സും വൈ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽസ് എങ്ങനെയായിരിക്കും? LCM ആൻഡ് HCF. അതിൻ്റെ LCM ആൻഡ് HCFന് തുല്യമായിരിക്കും. എങ്കിൽ ഈ ഇക്വേഷനിൽ അങ്ങ് അപ്ലൈ ചെയ്തോളൂ. ഈ ഇക്വേഷൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, രണ്ട് സംഖ്യകൾ ആ സംഖ്യകളുടെ നമുക്ക് തന്നിട്ടുള്ളതിൽ അപ്ലൈ ചെയ്യാം. ഒരു സംഖ്യ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് എക്സ് ആയിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്തിട്ട് അവിടെ നമ്മൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. 275. ഒരു സംഖ്യ അറിയില്ല, വൈ. ഓക്കെ, ലസാഗു അറിയാം, ഉസാഗയും അറിയാം. ലസാഗു 7700 എന്ന് തന്നിട്ടുണ്ട്. ഉസാഗ എന്ന് പറയുന്നത് HCF ആണ്, അത് 11 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ നമ്മൾക്ക് വൈ കാണണം. വൈ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? 7700 ഇൻറ്റു 11. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ നമ്മൾ ഇൻറ്റു ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അതിനെ കൊണ്ടുപോയി മൾട്ടിപ്പിൾ ചെയ്ത് അതിൻ്റെ ആൻസർ വേഗം എഴുതി വെച്ച് പിന്നെ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യാനായിട്ട് നിൽക്കരുത്. കൂടുതൽ നമ്മൾക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക. മാക്സിമം നമ്മൾ അതൊന്നും ചെയ്യാതിരിക്കുക, അവോയ്ഡ് ചെയ്യുക. കാരണം അവസാനം കൊണ്ട് നമ്മൾക്ക് അതെല്ലാം ക്രോസ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വൈ കാണുമ്പോൾ ഈ 275 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യണം എന്നറിയാം അല്ലേ? സോ 275 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി നമ്മൾക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. എങ്ങനെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ 10 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. സോ 2ലും 5 പോകും അല്ലേ? അപ്പോൾ ഇവിടെ 5 എത്ര പ്രാവശ്യം പോകുന്നു നോക്കിക്കോളൂ. ഇവിടെ 5 എത്ര പ്രാവശ്യം പോകും? ഇവിടെ 5 I5 25, I5 25. ഇവിടെ എത്ര പ്രാവശ്യം പോകും? 5 ഒരു പ്രാവശ്യം. 27 I5 25. ദെൻ 20 4 പ്രാവശ്യം. ദെൻ 0 അതേപോലെ ഇടുന്നു. ദെൻ 55 11. ഈ 11 55 നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാം. 11 55. 55 11 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. ദെൻ 5 നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാം. 5 1540 എത്ര പ്രാവശ്യം പോകുന്നു നോക്കിക്കേ? 5 I3 15. ദെൻ 4 പോവില്ല. ദെൻ 40 I8 40. ഒരിക്കലും നമ്മളിവിടെ 4 പോവില്ല എന്ന് വിചാരിച്ചിട്ട് ആ 4 എഴുതാതെ 8 മാത്രം എഴുതി കഴിഞ്ഞാൽ 38 എന്നുള്ള ആൻസർ നമ്മുടെ തെറ്റി പോകും കേട്ടോ. അപ്പോൾ അടുത്ത നമ്പർ എത്രയാണ്? അടുത്ത സംഖ്യ ഏതാണ്? 308 ആണ് ആൻസർ. ഓക്കെ, കിട്ടിയില്ലേ? എത്ര പെട്ടെന്ന് നമ്മൾക്ക് ക്രോസ് ചെയ്ത് കളയാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ അടുത്ത സംഖ്യ ഏതാണ്? 275 ആണെന്നുണ്ടെങ്കിൽ അടുത്തത് 308 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അതേപോലെ തന്നെ നമ്പർ ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ട് സംഖ്യകളുടെ ഉസാഗ 80, ലസാഗ 2310. അവയിലൊരു സംഖ്യ 210 ആണെന്നുണ്ടെങ്കിൽ അടുത്ത സംഖ്യ ഏത്? ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽസ് LCM ഇൻറ്റു HCF അല്ലേ? അതിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ്, അത് കൊടുക്കുന്നു. അടുത്ത സംഖ്യ നമ്മൾക്ക് അറിയില്ല, അവിടെ വൈ തന്നെ ഇട്ട് കൊടുക്കുന്നു. ലസാഗു എന്ന് പറയുന്നത് LCM 2310 ഇൻറ്റു HCF ഉസാഗ 80. ദെൻ വൈ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ നിർത്തിയാൽ ബാക്കിയുള്ള അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2310 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 210. ഈ 0 ക്യാൻസൽ ചെയ്യാം. ദെൻ 21 231 പോകും നോക്കിക്കേ. 231 എത്ര പ്രാവശ്യം പോവും? 21 ഒരു പ്രാവശ്യം. ദെൻ ഇവിടെ 2 ഉണ്ട് ബാക്കി. ദെൻ 1 ഒരു പ്രാവശ്യം. ദെൻ 80 ഇൻറ്റു 11. 11 ഇൻറ്റു 8 എത്രയാണ്? 88 ആണ് അല്ലേ? സോ ഒരു 0യും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈഡ് ആൻസർ എന്ന് പറയുന്നത് 880 ആണ്. ഓക്കെ, അടുത്ത സംഖ്യ എത്രയാണ്? 880. ഒരു സംഖ്യ 210 ആണെന്നുണ്ടെങ്കിൽ അടുത്ത സംഖ്യ 880 ആയിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ? ഇന്നത്തെ 2 ടൈപ്പ് പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആരും മിസ് ചെയ്യരുത്. കറക്റ്റായി ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക, ഇക്വേഷൻസ് എഴുതി വെക്കുക. ഓക്കെ, ഇന്നത്തോടെ നമ്മളുടെ ഈ ഒരു LCM ആൻഡ് HCFിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇക്വേഷൻസ് ഒക്കെ വരുന്നത് നമ്മൾ ചെയ്തു തീർന്നു. ഇനി നമ്മൾ കുറച്ച് സ്പീഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. ആ ഒരു വീഡിയോയിലൂടെ തന്നെ നമ്മളുടെ LCM ആൻഡ് HCF ഫുൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഇതുവരെയുള്ള വീഡിയോസ് കണ്ടിന്യൂസ്ലി നമ്മളുടെ ഒരു പാർട്ടും മിസ്സാവാതെ കണ്ട് ഇക്വേഷൻസ് എല്ലാം എഴുതി പഠിച്ച് റെഡി ആയിരിക്കുക അടുത്ത വീഡിയോയ്ക്ക്. ഓക്കെ, ആ വീഡിയോയിലെ എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് അത്രയും ഉപകരിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന കുട്ടികൾക്ക്, നിങ്ങൾ അറിയുന്ന കുട്ടികൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കാണാൻ. അതുവരെയും ടേക്ക് കെയർ, ബൈ.